ഇത് നമ്മുടെ മരുമോൻ. ഇവനും കൊടുക്കൊരു മുന്തിരി. മുന്തിരി ആകുമ്പോ സാക്രി ഉണ്ടാവും. ഇവനും ഇവന്റെ കൂട്ടുകാരന്മാരിക്കും ഇഷ്ടം പോലെ ഐസ്ക്രീം കൊടുക്കും. കാശ് തരും. പിന്നെ കുഞ്ഞാപ്പൂ ദിവസങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വിളിക്കേണ്ടവരുടെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കണം, കല്യാണ കുറി അടിക്കണം. പിന്നെ ചരക്കെടുക്കേണ്ട എവിടെ നിന്നാണെന്ന് നീ പെൺകുട്ടിയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതെന്താ ഇപ്പൊ ചർച്ച ചെയ്യാൻ? നിയമസഭാ സമ്മേളനമല്ലോ. അതേടാ, നിയമസഭാ സമ്മേളനത്തെക്കാൾ വലിയ സമ്മേളനമാണ് നിക്കാഹ്. അതാടാ മുരളിയുടെ നാട്ടു നടപ്പ്. അവര് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഒരുമിച്ച് പോയി ചരക്കെടുക്കണം. പെണ്ണ് കേട്ട താനൊക്കെ ഇതുപോലെ അറിയോ? നാളെ തന്നെ റസിയെ പോയത് കാണണമേ. റസിയ മനസ്സിലായില്ലേ? ഈ കെട്ടാൻ പോണ പെണ്ണ്. Here I go now to meet the girl and let me feel the heat and let me take a feet in front of her for more and for the care and the fate and let me get a love. Now good God gracious, let's take she is cat time, I just wanna go run my love, my love, my love. Will she be the one who I wanted to love? Go. നമുക്ക് കാത്തോളണേ. ഹായ് കുഞ്ഞാപ്പൂ, കൃത്യസമയത്തന്നെ എത്തിയല്ലോ. ചന്ദ്ര, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മക്കൊക്കെ എന്ത് വിശേഷം? ഇരിക്കടി, ഈ പെണ്ണിന്റെ ഒരു നാണം. എന്തിനാ പേടിക്കുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അല്ലേ? അതാ കുട്ടിയുടെ ഏക പേടിയല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. കുഞ്ഞാപ്പൂ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പിന്നെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. കുഞ്ഞാപ്പൂവും കുഞ്ഞാപ്പൂവിന്റെ മാമ ബാബാഹാജിയും തമ്മിൽ യോജനയായി. ഇവന്റെ ഉമ്മ പറയുന്നത് ഇവൻ കെട്ടാൻ പോണ പെണ്ണിന്റെ ഐശ്വര്യം കൊണ്ടാണ്. ഇല്ലടാ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ. ചന്ദ്ര, ഒന്നിങ്ങ വന്നേ, എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പരിചയപ്പെടണ്ടേ? പിന്നെ എല്ലാവരും വിളിച്ചു. അല്ല, നല്ല ചൂടുണ്ടല്ലേ? ഞാന് റസിയെ കണ്ട് കല്യാണത്തിന്റെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നാ. ഫാത്തിമ പറഞ്ഞു ഡ്രസ് എടുക്കുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യാനല്ലേ? അതെ. ഏതെങ്കിലും നല്ല കടയിൽ നിന്ന് വാങ്ങണം, കോഴിക്കോടുന്നോ തിരൂരിന്നോ ഒക്കെ. അതിലെന്ത് ഇത്ര ആലോചിക്കാനുള്ളത് കുഞ്ഞാപ്പുക്ക? അല്ല, അത് റസിയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞിട്ട്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാ. കല്യാണത്തിന് മുമ്പും ആദ്യ നാളുകളിലൊക്കെ ഭാര്യയുടെ അഭിപ്രായം ചോദിക്കും, പിന്നെ ഒക്കെ കണക്കോ. ഞാൻ ആ ടൈപ്പ് അല്ല. അതെനിക്കറിയാം. ഫാത്തിമ എന്നോട് കുഞ്ഞാപ്പുക്കിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കണേ. പിന്നെ കുട്ടി, ഞാൻ കല്യാണ തീയതി ഫിക്സ് ചെയ്ത് ആ സുദിനം വരാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് അത്രയ്ക്ക് ശരിയാണോ? ഇത്തരം കാര്യങ്ങളിൽ ഞാനൊരു നാട്ടുമ്പുറത്തുകാരനാണേ. എന്റെ അറിവിൽ നാട്ടുമ്പുറത്തുകാരിയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഫാത്തിമേനോടൊരു കാര്യം പറഞ്ഞോട്ടെ. ഫാത്തിമ, ഒന്നിങ്ങ് വന്നേ. ഇങ്ങ് വന്നേ. അത് എന്നെ അല്ലേ? ആ കുട്ടി എന്താ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ ആ ടൈപ്പ് ഒന്നും അല്ല. ഓളെന്താ പറഞ്ഞേ? ഓളൊരുമാതിരി മോനെ വെച്ച വർത്താനോ നോട്ടോ. എന്റെ കുഞ്ഞാപ്പൂ അത്ര പാവായി പോയില്ലേ? കുഞ്ഞാപ്പൂ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കും. ദേ, കല്യാണം കഴിഞ്ഞ ഈ മൂടൊന്നും കിട്ടില്ല കേട്ടോ. മോനെ കുഞ്ഞാപ്പൂ, കട്ട് തിന്നുന്നതിന്റെ രുചിയൊന്നും വേറെ തന്നെയാണേ. എന്താ കുട്ടി പറയുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനൊന്നും അല്ല കേട്ടോ വിചാരിച്ചത്. സിറ്റിയിലും ഹോസ്റ്റലിലും ഒക്കെ പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെ നടക്കാവോ? മോശം മോശം. ഇത് 21-ാം നൂറ്റാണ്ടാ കുഞ്ഞാപ്പൂ. എന്തിനാ എത്ര പേടിക്കുന്നത്? അല്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തിനാ ഒരു ഫോർമാലിറ്റി? ഫാത്തിമ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞേ. എന്തേ, കുട്ടിക്ക് കുഞ്ഞാപ്പൂനെ അറിയില്ല. കാര്യം പോലീസ് കേസ് അലമ്പൊക്കെ ഉണ്ടാക്കുമെങ്കിലും കുഞ്ഞാപ്പൂന്റെ മോറൽ സൈഡ് പെർഫെക്റ്റ്. ഇത് വല്ലതും ആ റസി അറിഞ്ഞാ കുട്ടി എന്ത് കരുതും? പിന്നെ കുഞ്ഞാപ്പൂ ഓളെ കെട്ടി കണ്ണാടി കൂട്ടി ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവാ. ആരെ കെട്ടി? റസിയെ കെട്ടി. അത് റസിയല്ലേ? അതിനിടയ്ക്ക് ഇതിനെന്താ കാര്യം? കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്താ കാര്യം? ദേ പിന്നെ ഫാത്തിമ, ഞാൻ കെട്ടാൻ പോകുന്ന റസിയല്ലേ, ഈ കുട്ടിയല്ലോ. ഇതാണ് റസിയ. ഇതല്ല റസിയ. എന്റെ കുഞ്ഞാപ്പ, ഇതാണ് റസിയ. കുഞ്ഞാപ്പ കെട്ടാൻ പോകുന്ന പെണ്ണ്.
അപ്പൊ ശരിക്കുള്ള റസിയ? ഇതിൽ ശരിയും തെറ്റും ഒന്നുമില്ല. കുഞ്ഞാപ്പ എന്നോട് വന്ന് ചോദിച്ചത് ഈ കുട്ടിയുടെ കാര്യം, ഞാൻ പറഞ്ഞത് ഈ കുട്ടിയുടെ കാര്യം. റസിയ, മാടഞ്ചേരി ഹൗസ്, താനൂർ, മലപ്പുറം. എന്തേ? എനിക്ക് മനസ്സിലായി. ഫാത്തിമ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെ വെറുക്കനെ ഓരോരുത്തരെ മക്കാറാക്കും. ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഇനി ശരിക്കുള്ള റസിയ വിളിക്കും. ശരിക്കുള്ള റസിയ ദാ ഈ കുട്ടിയാണ്. അതെ, ആ കുട്ടി. ഇതാണോ കുഞ്ഞാപ്പു പറഞ്ഞ പെൺകുട്ടി? അതെ, ഇതാണ് ഞാൻ കണ്ട റസിയ. അയ്യോ കുഞ്ഞാപ്പു, ഇത് റസിയല്ല, സുനന്ദ നായർ. കുഞ്ഞാപ്പുവിന് തെറ്റിയതാ. ഓള് ഞങ്ങളുടെ കോളേജിലെ ഒപ്പന ട്രൂപ്പിലുള്ളതാ. അന്ന് വീട്ടിൽ വന്നപ്പോ തട്ടൊക്കെ ഇട്ട് ഒപ്പന കളിക്കാൻ കൂടിയെന്നേ ഉള്ളൂ. അത് കണ്ട്. അപ്പോ മുസ്ലിം കുട്ടി അല്ലല്ലേ? അല്ല, നല്ല നായര് കുട്ടിയാ. ഇതിപ്പോ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞ് കല്യാണത്തിന്റെ തീയതി ഉറപ്പിച്ചിട്ടേ നല്ല കോമഡിയാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. ചന്ദ്ര, എനിക്കൊരു സോഡ വാങ്ങിച്ച. എനിക്ക് നിക്കാഹിന് സമ്മതമല്ല. നമ്മള് ഈ പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കും. കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത നിക്കാഹിന് നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. ആണുങ്ങൾ സംസാരിക്കണത് ഈ ഇടപെടരുത്. 23 വർഷങ്ങൾക്ക് ശേഷം ഒരു പച്ചക്കറി കൊട്ടയം കൊണ്ട് ഇയാള് നമ്മുടെ കുടിന്റെ പടി കടന്നപ്പോഴേ നമുക്ക് അറിയായിരുന്നു ഇയാള് നമ്മളെ പറ്റിക്കുന്നു. ഓൻ ചതിയനാ മോലിയാരെ. ഓന്റെ ചരിത്രം നമ്മളിവിടെ വിസ്തരിക്കണോ? മോളെ, ഈ ഉമ്മാനെ വിളിച്ചോണ്ട് അകത്തോട്ട് പോയി. എന്റെ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടീനെ ഓൻ കെട്ടൂല. ഓനെ നിർബന്ധിക്കരുതെന്ന് പറ മോലിയാരെ. മുണ്ടരുത്. കുഞ്ഞാപ്പ അനക്കെന്താ പറയാനുള്ളത്? ഈ നിക്കാഹ് നടത്താനാണ് നിങ്ങൾ എല്ലാരും കൂടെ തീരുമാനിക്കുന്നതെങ്കിൽ സത്യമായിട്ട് നിക്കാഹ് രാത്രി ഞാൻ ഇയാളുടെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും. എന്തിനാണ് എന്റെ വീട്ടിന് മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവണത്? നിങ്ങളോട് പെണ്ണാലോചിക്കുമ്പോൾ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ഇപ്പൊ പൂട്ടിയിട്ട് മൊയിലേരേവല്ല ഈ ചട്ടവും പറഞ്ഞ് നിക്കാഹ് ഒഴിവാക്കാൻ നോക്കട്ടെ. അവനെ വെറുതെ വിടരുത്. ആചാര്യ, ഓൻ പറയുന്നതിനും കാര്യമില്ലേ? ഓൻ പറയാതെ ഓന് പെണ്ണാലോക്ക് നിങ്ങൾ എന്തിനാ പോയത്? നമ്മള് പോയതല്ല, നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ്. ആര് നിർബന്ധിച്ച്? പെണ്ണന്വേഷിക്കാൻ ഈ ബീരാനോട് പറഞ്ഞിരുന്നാ പറഞ്ഞു. അതിന് നിങ്ങൾ എന്തിനാ പോയത്? ഞമ്മള് കഴിഞ്ഞ ആഴ്ച താനൂര് കൃഷി ഓഫീസിൽ ജാതിത്തൈ വാങ്ങാൻ പോവാൻ നിൽക്കുമ്പം ഇവൻ എന്റെ കുടിയിൽ വന്നു. ജാതിത്തൈ വാങ്ങാൻ പോണ ജീപ്പില് ഓനും കൂടി വന്നോട്ടെ, താനൂര് ഓനൊരു പെണ്ണന്വേഷണം ഉണ്ടെന്നും പറഞ്ഞു. ജീപ്പിന്റെ ഔത്താണ് ജാസ്തി ഇടവുണ്ടല്ല. എന്നാ ഈ പോന്നോളി, എനിക്ക് ജാതിത്തൈയും മേടിക്കാം, എനക്ക് പെണ്ണും അന്വേഷിക്കാം, അത്രേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ജാതിത്തൈ എത്ര മേടിച്ചില്ല. കൃഷി ഓഫീസിന് മുമ്പിൽ ജാതി ചോദിക്കരുത് പറയരുതെന്ന് എഴുതി വെച്ചിരിക്കണം. കണ്ട് തിരിച്ചിഞ്ഞു പോന്നു. അത് കലക്ക് പോലാളി. ബീരാനെ, സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിങ്ങൾ പറഞ്ഞോളി. അതാ നിങ്ങൾക്ക് നല്ലത്. ഒരു പെൺകുട്ടിയുടെ അവളുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഇത്. കണ്ട ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളെ കാര്യത്തിൽ നിരപരാധിയാണെന്ന്? അതിനാളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനു പറയണം? കണ്ണീരോട് എഴുതി കാണിച്ചോണ്ടിരിക്കല്ലേ. ഇപ്പൊ എല്ലാവർക്കും എന്റെ നിരപരാധിത്വം മനസ്സിലായല്ല. നിങ്ങളിങ്ങനെ വട്ടമേശ സമ്മേളനം കൂടി നിൽക്കണ്ട. ഇവനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കാൻ നോക്ക്. പോയിട്ടപ്പ തിരക്കൊണ്ട് വരട്ടെ. പക്ഷേ മൈലിയാരെ, താൻ എന്ത് കളി കളിച്ചാൽ ഈ ദുനിയാവിൽ തന്റെ മോളെ അല്ലാതെ കുഞ്ഞാപ്പ് വേറെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കൂല.